പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ സഫർ മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. സഫർ മാസം അവസാനിക്കാൻ പോവുകയാണ്. പുണ്യമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരികയാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജീവിതത്തിൽ ഒരുപാട് കണ്ട് ദുആ ചെയ്ത പ്രവാചകനാണ്. അങ്ങനെ ദുആ ചെയ്ത കൂട്ടത്തിൽ മഹാനവർകൾ 4 കാര്യത്തെ തൊട്ടാണ് തന്റെ ജീവിതത്തിൽ കാവൽ ചോദിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാവൽ ചോദിക്കും. നരകത്തെ തൊട്ടുള്ള കാവൽ തരണം, അതുപോലെ ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ തരണം, ദജ്ജാലിനെ തൊട്ടുള്ള കാവൽ തരണം എന്നൊക്കെ നമ്മൾ ദ്വാരക്കാരുണ്ട്. പക്ഷെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് ഇനി പറയാൻ പോകുന്ന, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട നമ്മൾ കാവൽ ചോദിക്കേണ്ട 4 കാര്യങ്ങളെ തൊട്ടാണ്. ഏതാണ് ദാവൂദ് നബി കാവൽ ചോദിച്ച 4 കാര്യങ്ങൾ? അതോടൊപ്പം തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല സമ്മാനമായി കൊടുത്ത ഒരു 4 ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശം ഏതാണെന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് കേട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. നേരെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹ, ബഹുമാന, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ തടിക്ക്, നമ്മുടെ ശരീരത്തിന് ആഫിയത്ത്, ആരോഗ്യം, രോഗങ്ങളിൽ നിന്നുള്ള കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്, ഒരുപാട് കടങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് പ്രളയം, അല്ലെ, നമ്മുടെ ഈ നാട്ടിലൊക്കെ, നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് സ്ഥലത്ത് മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പെയ്തിറങ്ങുന്ന വെള്ളം ഒലിച്ചു പോവാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ. അങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിൽ പലരുമൊക്കെ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ വെള്ളത്തിലായി. ഈ ഓണ സീസൺ ആയതുകൊണ്ട് ഒരുപാട് ആളുകളുടെ കച്ചവട സാധനങ്ങളൊക്കെ നഷ്ടത്തിലായി. ഈ ഡ്രസ്സ് കടക്കാർ, അതുപോലെ തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ, അതുപോലെ തന്നെ പലവ്യഞ്ജനങ്ങൾ, ഇതൊക്കെ വെള്ളം കയറി വലിയ പ്രയാസത്തിലായിട്ട് നഷ്ടങ്ങൾ, കോടാനുകോടി നഷ്ടം സംഭവിച്ച ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു വലിയ പരീക്ഷണം തന്നെയാണ്. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ വടുതലയാണ്. അവിടെ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഞങ്ങളൊരു ദ്വീപിലാണ് സത്യം പറഞ്ഞാൽ താമസിക്കുന്നത്. എന്നാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഭാഗത്ത് നിലവിൽ കുഴപ്പമൊന്നുമില്ല. അള്ളാഹു താല നമ്മുടെ എല്ലാ നാടുകളെയും കാക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, ഇപ്പം നമ്മൾ ഈ പ്രാവശ്യം മഴ പെയ്തപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കലല്ല, മറിച്ച് അടുത്ത പ്രാവശ്യം അള്ളാഹുവെ മഴ പെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, ആ ഒരു തേട്ടം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. 2018 ഈ പ്രളയം, ആ പ്രളയത്തിൽ വെള്ളം കയറാതിരുന്ന, ആ വലിയ പ്രളയത്തിൽ പോലും വെള്ളം കയറാതിരുന്ന പല പ്രദേശങ്ങളുമൊക്കെ ഈ 2-3 ദിവസം നീണ്ടു നിന്ന മഴ മൂലം ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറുകൾ പ്രദാനിക്കുമാറാവട്ടെ. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വാതിലുകൾ അല്ലാഹു തആല അവരുടെ മേൽ തുറന്നു കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സഫർ മാസം, ആ സഫർ മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവ് നമ്മളിലേക്ക് ഇന്നത്തെ മഗ്‌രിബോട് കൂടി വരികയാണ്. നാളെ അവസാനത്തെ തിങ്കളാഴ്ച ദിനമാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വ്യാഴാഴ്ച, ഇന്നിപ്പോൾ സഫർ 25, ഈ വരുന്ന വ്യാഴാഴ്ച പരിശുദ്ധമായ സഫർ മാസം 29. അപ്പൊ വ്യാഴാഴ്ച മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ വരുന്ന വെള്ളിയാഴ്ച പരിശുദ്ധമായ, പരിപാവനമായ, നമ്മളൊക്കെ കാത്തിരിക്കുന്ന മീലാദ് മാസം, മൗലിദ് മാസം റബീഉൽ അവ്വൽ 1 അഥവാ വ്യാഴാഴ്ച മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ വെള്ളിയാഴ്ച സഫർ 30 പൂർത്തിയാക്കി ശനിയാഴ്ചയായിരിക്കും റബീഉൽ അവ്വൽ 1 നമ്മളിലേക്ക് വരിക. നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ദഫിൻ്റെയും പാട്ടിൻ്റെയും പ്രസംഗത്തിൻ്റെയും റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നതമായ വിജയങ്ങൾ കൊടുക്കുമാറാവട്ടെ. നല്ല ബുദ്ധികൂർമ്മതയുള്ള, നല്ല അനുസരണയുള്ള, നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാപ്രവാചകരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രധാനപ്പെട്ട 2 മക്കളാണ്. ഒന്ന് ഇസ്മായിൽ നബിയും രണ്ടാമത്തേത് ഇസ്ഹാഖ് നബിയും. ലോകത്ത് 1,24,000-ലധികം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. അതിൽ 25 പ്രവാചകന്മാരുടെ പേര് അല്ലാഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിരുന്നു. മഹാനായ ദാവൂദ് നബിയുടെയും മഹാനായ ആദൻ നബിയുടെയും ഒരു ചരിത്രം നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപാട് പേർക്ക് ആ ചരിത്രം ആദ്യമായി കേൾക്കുന്നതാണ്. ഉസ്താദെ,
നല്ല രസമുണ്ട് കേൾക്കാൻ, ഇടയ്ക്ക് ഇങ്ങനെ ചരിത്രം ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ ഒരുപാട് പേര് കമന്റ് എഴുതിയിരുന്നു. അപ്പം അത്തരത്തിലൊരു സുന്ദരമായ ചരിത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 2 മക്കൾ, ഒന്ന് ഇസ്മായിൽ നബിയും 2 ഇസ്ഹാഖ് നബിയും. ഈ ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബിക്ക് 2 മക്കൾ, ഒന്ന് ഇസ്മായിൽ നബി 2 ഇസ്ഹാഖ് നബി. ഈ ഇസ്മായിൽ നബിയുടെ മക്കൾ ഇങ്ങനെ മക്കൾ വന്ന് ആ സന്താന പരമ്പരയിൽ ഒരൊറ്റ പ്രവാചകനേ ഉള്ളൂ. ആരാണ്? നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇബ്രാഹിം നബിയുടെ 2ാമത്തെ മകനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഈ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യഅ്കൂബ് നബി, യൂസുഫ് നബി, അയ്യൂബ് നബി, ഷുഐബ് നബി, മൂസ നബി, ഹാറൂൻ നബി, ദാവൂദ് നബി, സുലൈമാൻ നബി, ഇല്യാസ് നബി, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുള്ളത് ഈ ഇബ്രാഹിം നബിയുടെ മറ്റു മകനാകുന്ന ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ്. അപ്പോ ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ, ഭയങ്കര പണക്കാരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഭയങ്കര പൈസയുള്ള പ്രവാചകന്മാർ. അവർ പ്രവാചകന്മാരുമാണ്, പ്ലസ് ആരാണ്? ഭയങ്കര പണക്കാരാണ്. അയ്യൂബ് നബിയെ പോലെ, യൂസുഫ് നബിയെ പോലെ, സുലൈമാൻ നബിയെ പോലെ. അതുപോലെ തന്നെ ഭയങ്കര ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ പ്രവാചകന്മാരുണ്ട്. എത്രത്തോളം? കഴിക്കാനൊന്നുമില്ലാതെ പട്ടിണി കിടന്ന്, ദാരിദ്ര്യത്തിലായി പട്ടിണി കിടന്ന് മരണപ്പെട്ടുപോയ പ്രവാചകന്മാർ പോലും ഉണ്ടായിരുന്നുവെന്നാണ്. മറ്റൊരു കാറ്റഗറിയാണ് ഭരണാധികാരികളായ, അന്നത്തെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്, അതോടൊപ്പം തന്നെ പ്രവാചകരുമാണ്. അങ്ങനെ ചില പ്രവാചകന്മാർ, മഹാനായ യൂസുഫ് നബിയെ പോലെ, ദാവൂദ് നബിയെ പോലെ, സുലൈമാൻ നബിയെ പോലെ. അല്ലാഹു തആല ലോകത്ത് 4 വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഒന്ന് തൗറാത്ത് മൂസാ നബി, ഇഞ്ചീൽ ഈസാ നബി, സബൂർ ദാവൂദ് നബി, ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു തആല ഇറക്കിയ 4 വേദഗ്രന്ഥങ്ങളിൽ ഒരു വേദഗ്രന്ഥമാണ് സബൂർ. ആ സബൂർ ഇറക്കി കൊടുത്തത് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. നമ്മൾ ഇന്ന് പറയുന്നത് ദാവൂദ് നബിയെ പറ്റിയാണ്. ദാവൂദ് നബിയുടെ ചരിത്രമൊക്കെ നമുക്ക് ഒരുപാട് നീട്ടി പറയേണ്ടതാണ്. ഒരുപാട് നീട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 100 വയസ്സുവരെയാണ് ജീവിച്ചത്. ആ ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞത്. ദാവൂദ് നബിക്ക് 60 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയോ 40 വയസ്സ് കൂടി അല്ലാഹു തആല കൊടുത്തു. ആ 40 വയസ്സ് ആരിൽ നിന്നാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നാണ്. ആദം നബി 1000 വർഷം ആയിരുന്നു ജീവിക്കാൻ അല്ലാഹു തആല അനുവാദം കൊടുത്തിരുന്നത്. അപ്പോൾ ആദം നബി തന്നെയാണ് തൻ്റെ വയസ്സിൽ നിന്നും 40 വയസ്സ് ദാവൂദ് നബിക്ക് കൊടുത്തത്. അങ്ങനെ ദാവൂദ് നബി 100 വയസ്സ് വരെ ജീവിച്ചു. ആദം നബി അലൈഹി സ്വലാം 960 വയസ്സ് വരെയാണ് ജീവിച്ചത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. നമ്മുടെ വിഷയം അതല്ല. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് ആദ്യമായി ഇരുമ്പ് കണ്ടുപിടിച്ച് അത് ഉരുക്കി ആയുധങ്ങൾ നിർമ്മിക്കുന്ന, പടച്ചട്ട നിർമ്മിക്കുന്ന ഒരു പ്രവൃത്തി ലോകത്ത് ചെയ്തത് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഈ ദാവൂദ് നബിയുടെ കാലത്താണ് ശക്തനായ, മല്ലനായ, ഒരു ധിക്കാരിയായ മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പേര് ജാലൂത്ത് എന്നാണ്. പേര് കേൾക്കുന്നത് പോലെ തന്നെ ഭയങ്കര ഒരു ആജാനബാഹുവായ ഒരു മനുഷ്യൻ, ഭയങ്കര കരുത്തുള്ള മനുഷ്യൻ. എല്ലാ തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങളും ഇയാൾക്ക് അറിയാമായിരുന്നു എന്നാണ്. ജാലൂത്ത്, വിശുദ്ധമായ ഖുർആൻ ആ ചരിത്രമൊക്കെ നമുക്ക് തഫ്സീർ നോക്കിയാൽ കാണാൻ പറ്റും. ഖുർആൻ അത് പറയുന്നുണ്ട്. അപ്പൊ അന്ന് എല്ലാവരും പേടിച്ചു വിറച്ചു നിൽക്കുക. ഈ ദാവൂദ് നബിയുടെ കാലത്ത് ആരെയും കൂസാതെ എല്ലാവരെയും അയാൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ കൊന്നുകളയുന്ന ഒരു അവസ്ഥയായിരുന്നു ജാലൂത്ത് മറ്റുള്ളവരോട് ചെയ്തത്. തന്നേക്കാൾ മുകളിൽ ആരും വരാൻ പാടില്ല. പിന്നെ നാട് മുഴുവനും നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇയാൾക്ക് വേണ്ടതെല്ലാം ഇയാൾ എടുക്കുന്നു. അങ്ങനെ ഭയങ്കര ജനങ്ങളൊക്കെ പൊറുതിമുട്ടിയെന്നാണ്. അങ്ങനെ ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിലുള്ള കുറച്ച് ആളുകൾ, ആ ആളുകളൊക്കെ എന്തായി, ഈ ജാലൂത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണം, അവൻ ഈ ലോകത്ത് നിന്ന് പോകണം. കാരണം അവൻ്റെ ശല്യം ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ഇടങ്ങേറാണ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് നബി വലിയ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആളാണെങ്കിലും ഈ ദാവൂദ് നബിയുടെ കയ്യിൽ ഇടയ്ക്ക് കവണ ഉണ്ടാകും. കവണ നമ്മുടെ മക്കളൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പോൾ കുറവാണ്, ചെറുപ്പത്തിൽ ഒരു 2 കമ്പ് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ താഴെ ഇങ്ങനെ പിടിച്ചിട്ട് അതിലൊരു റബ്ബർ വെച്ചിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അതിൽ കല്ല് വെച്ച് ഇങ്ങനെ വലിച്ചു വിടും കാക്കയൊക്കെ ഓടിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു കവണ ഈ ദാവൂദ് നബിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ അമ്പും വില്ലും കുന്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ ജാലൂത്തിനെ കൊല്ലാൻ. പക്ഷെ ആർക്കും പറ്റുന്നില്ല. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കയ്യിലിരുന്ന ആ കവണയിൽ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഉന്നം പിടിച്ചൊരൊറ്റ വിടലാണ്. അത് നേരെ ആ കല്ല് പോയി നേരെ കൊല്ലുന്നത് ഞാനാണ് ഏറ്റവും വലിയവൻ, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന് അഹങ്കരിച്ചു നിന്ന ഈ ജാലൂത്തിന്റെ നെറ്റിയിൽ പോയൊരൊറ്റ കൊള്ളലാണ്.
അയാൾ അവിടെ ചത്തു വീഴുകയാണ്. കേവലം ഒരു കല്ലുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ജാലൂത്തിനെ കൊന്നത്. ആരുടെ കൈകൊണ്ട്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. അത്രമാത്രം പദവികൾ, അത്രമാത്രം എന്താ പറയാ ശക്തി അള്ളാഹു താല കൊടുത്തൊരു പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. മൃഗങ്ങളുമായിട്ട്, പക്ഷികളുമായിട്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവ് പോലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആർക്ക് കൊടുത്തിരുന്നു? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിരുന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. പരിശുദ്ധമായ ഖുർആനിൽ 16 പ്രാവശ്യമാണ് ദാവൂദ് നബിയുടെ പേരിങ്ങനെ ആവർത്തിച്ച് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത്. നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു ഞാൻ. ഭയങ്കര രസമാണ് ദാവൂദ് നബിയുടെ ശബ്ദം കേൾക്കാനും. ആ ശബ്ദത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു താല ഇറക്കി കൊടുത്ത സബൂർ എന്ന് പറയുന്ന വേദഗ്രന്ഥമുണ്ട്. ആ വേദഗ്രന്ഥം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി മൃഗങ്ങളും പക്ഷികൾ പോലും അദ്ദേഹത്തിന്റെ അടുക്കൽ വരുമായിരുന്നു എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. സ്വർഗലോകത്ത് കടക്കുമ്പോൾ സ്വർഗത്തിൽ വെച്ച് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സബൂറും വിശുദ്ധമായ ഖുർആനും ഒക്കെ ഇങ്ങനെ ഓതുമെന്നാണ്. അത് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഓതുന്നതല്ല. സ്വർഗ അവകാശികൾക്ക് ഒരു നേരം പോക്കിന്, അവർക്കൊരു എന്റർടൈൻമെന്റ് ഉണ്ടാവാൻ വേണ്ടി ഖുർആനിന്റെ ഓരോ സൂറത്തുകളൊക്കെ ഇങ്ങനെ അദ്ദേഹം മനോഹരമായിട്ട് ഓതുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും. 100 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. 40 വർഷമാണ് അദ്ദേഹം ഭരണാധികാരിയായിട്ട് ആ രാജ്യത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഇദ്ദേഹം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് റബ്ബേ. എന്താണെന്നറിയോ? അള്ളാഹുവേ, എനിക്ക് ഈ ദുന്യാവും ആഖിറവും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി എനിക്കൊരു കാര്യം നീ പറഞ്ഞു തരും. ഒരു കാര്യം, ആ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് ഈ ദുന്യാവും രക്ഷപ്പെടാൻ പറ്റും, നാളെ ആഖിറവും രക്ഷപ്പെടാൻ പറ്റും. ആ സമയത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദാവൂദ് നബിക്ക് പറഞ്ഞു കൊടുക്കുന്ന 4 കാര്യമുണ്ട്. 1 അല്ല 2 അല്ല 3, 4 കാര്യം പറഞ്ഞു കൊടുക്കുന്നു. 1, ഖൽബൻ ഷാക്കിറ. ദാവൂദ് നബിയെ എപ്പോഴും ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം വേണം. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടില്ലേ, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യുന്ന ഒരു ഹൃദയം എപ്പോഴും. നമ്മളുമൊക്കെ ദാവൂദ് നബിയോട് അല്ലാഹു തആല പറഞ്ഞ ഉപദേശമല്ല, നമ്മളോട് പറഞ്ഞ ഉപദേശമാണ്. എപ്പോഴും അൽഹംദുലില്ലാ എന്നുള്ള വാക്ക്, പ്രയാസം വന്നാലും സങ്കടം വന്നാലും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഏത് സമയത്തും അൽഹംദുലില്ലാ 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 എന്നുള്ള വാക്ക്. അപ്പൊ നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും പ്രയാസം വരുമ്പോൾ അൽഹംദുലില്ലാ പറയാറുണ്ടോ? ഇല്ല. പ്രയാസം വരുമ്പോഴും നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. കാരണം എന്താണ്? ഒരു മനുഷ്യൻ, അവനിക്കൊരു പ്രയാസം വന്നു, ഒരു രോഗം വന്നു, ഒരു സങ്കടം വന്നു, അപ്പൊ അയാൾ പറയണം എന്ത്? അൽഹംദുലില്ലാ എന്ന് പറയണം. എന്താ കാരണം? 2 കാരണം. ഒന്ന് ഇയാൾക്ക് വന്നിട്ടുള്ള ഈ പ്രയാസത്തെക്കാൾ കൂടുതൽ പ്രയാസമുള്ള എത്രയോ മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ നമ്മൾ ബൈക്കിന് പോകുന്നു, ബൈക്കിൽ നിന്ന് വീണു, നമ്മുടെ കൈ ഒടിഞ്ഞു, അതൊക്കെ പ്ലാസ്റ്റർ ഇട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാ. അപ്പൊ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. എന്താ കാരണം? എത്രയോ ആളുകൾ ബൈക്കിൽ നിന്ന് വീണ് മരണപ്പെടുന്നു, എത്രയോ ആളുകൾ 2 കൈയും ഒടിഞ്ഞ് 2 കാലും ഒടിഞ്ഞ്, എത്രയോ ആളുകൾ വെന്റിലേറ്ററിൽ കഴിയുന്നു, ഐസിയുയിൽ കഴിയുന്നു, ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ. നമുക്ക് ഒരു കൈയല്ലേ ഒടിഞ്ഞുള്ളൂ, ബാക്കി ഒരു കൈയും 2 കാലും ഇല്ലേ, നടക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെ ഓർത്തിട്ട് അൽഹംദുലില്ലാ എന്ന് പറയണമെന്നാണ്. 2ാമത്തെ കാര്യം, നമുക്കിവിടെ ഒരു വേദന, വിഷമം വരുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. കാരണം എന്താ? ആഖിറത്തിൽ നമ്മളെ അനുഭവിക്കുന്ന പ്രയാസത്തിന് അല്ലാഹു തആല വലിയ പ്രതിഫലം തരും. അതുകൊണ്ട് ഖൽബൻ ഷാക്കിറ, എന്താണ്? നന്ദിയുള്ള ഹൃദയം വേണം. 2ാമത്തേതോ വലിസാനൻ ദാക്കിറ, ദിക്ർ ചെയ്യുന്ന നാവ് വേണം. ഈ നാവ് കൊണ്ട് ദിക്റുകൾ പറയണം, സ്വലാത്തുകൾ പറയണം, തസ്ബീഹുകൾ പറയണം, മറ്റുള്ളവരുടെ കുറ്റമോ കുറവോ പറയാതിരിക്കണം. അത് അങ്ങനെ ഒരു നാവ് എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. 3ാമത്തേത് ബദനൻ സ്വാബിറ, ക്ഷമിക്കുന്ന ശരീരം വേണം. എത്രയോ പ്രയാസം, പ്രതിസന്ധി, സങ്കടം, ദുഃഖം, ഒരുപാട് എല്ലാവരും തള്ളിപ്പറയും, എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തും. ആ സമയത്തും അള്ളാഹ് എൻ്റെ കൂടെ എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് നമ്മൾ ഖൈറായ ആ നല്ലൊരു മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുക. മരണം, ആത്മഹത്യയല്ല എല്ലാത്തിനും പരിഹാരം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ആത്മഹത്യ ചെയ്യണം. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും പ്രതിസന്ധിയുണ്ട്. അപ്പൊ എല്ലാവരും ഈ ആത്മഹത്യ തിരഞ്ഞെടുത്താൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതായത് അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ. അള്ളാഹു അല്ലേ നമ്മുടെ വായ കീറിയത്, പടച്ചോൻ നമുക്ക് ഭക്ഷണം തരും അല്ലെ, അള്ളാഹു തന്നെ നമ്മുടെ കാര്യം ഏറ്റെടുക്കും. ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ, പടച്ചോനെ ഞങ്ങളുടെ കാര്യം നീ ഏറ്റെടുക്കണേ, അള്ളാഹു നിന്നിലേക്ക് തവക്കുലാക്കുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ തുടങ്ങിയ വചനങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് അധികരിപ്പിക്കുക. പിന്നെയോ വസൗജത്തൻ സ്വാലിഹ, സ്വാലിഹായ ഒരു ഭാര്യ, അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്വാലിഹായ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ സ്വാലിഹത്തായ ഒരു ഭാര്യ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടവരാണ്. അപ്പോൾ ഈ 4 കാര്യം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹ് പറഞ്ഞു കൊടുത്തതാണ്. ആ സമയത്ത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ 4 കാര്യങ്ങൾ എനിക്ക് നീ തരാൻ പാടില്ല, 4 കാര്യം തരരുത്. 1, മിൻ വലദിൻ യകൂനു അലയ്യ സയ്യിദ, എന്നെ ഭരിക്കുന്ന മക്കളെ എനിക്ക് നീ തരരുത് റബ്ബേ. എന്നെ സംരക്ഷിക്കുന്ന മക്കളെ തന്നാ മതി, എന്നെ ഭരിക്കുന്ന, എന്നെ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന മക്കളെ നീ തരല്ലേ എന്ന് ദാവൂദ് നബി ദുആയിരുന്നു. 2ാമത്തേത് പിടിവാശി പിടിക്കുന്ന, ഏത് കാര്യവും പിടിവാശിയോടുകൂടി നടത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ
അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഭാര്യയെ എനിക്ക് നീ തരല്ലേ റബ്ബേ. മൂന്നാമത്തേത്, എന്നെ നാശത്തിലേക്ക്, എന്നെ വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്ന പൈസ എനിക്ക് നീ തരല്ലേ റബ്ബേ. നാലാമത്തേത്, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന അയൽവാസിയെ തൊട്ട് അള്ളാഹുവെ നീ എന്നെ കാക്കണേ അല്ലാ എന്നുള്ള ദുആ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പകർന്നു തന്ന ചില പാഠങ്ങളുണ്ട്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു തആല കൊടുത്ത 4 കാര്യങ്ങളും ദാവൂദ് നബി അള്ളാഹുവിനോട് കാവൽ ചോദിച്ച 4 കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായ ഈ അമ്പിയാക്കന്മാരോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളമായി സ്വലാത്തുകൾ പറയുക. കാരണം സ്വലാത്തിന്റെ മാസം നമ്മളിലേക്ക് വരികയാണ്. മുത്തായ ഹബീബിന്റെ ജന്മദിന മാസം നമ്മളിലേക്ക് വരികയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ആ മാസത്തെ എങ്ങനെ സ്വീകരിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറയണം എന്നുള്ള വിശാലമായ വീഡിയോ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലാനും അതുവഴി സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.